പുസ്തകം 1-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യം വായിക്കുക. ഹഖല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസോവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഒരു ചരിത്രം അല്ലേ. ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേൽ മക്കള് കർത്താവിന്റെ വഴികൾ വിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ഇപ്പൊ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോഴും ഇതേ കാര്യം തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ ചേർച്ചിൽ കർത്താവിന്റെ വഴിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി. അങ്ങനത്തെ ഒരു ചുറ്റുപാടായിരിക്കാം. ദൈവം എന്ത് ചെയ്യാൻ നീതിമാന. ഇന്നലെ ഞങ്ങള് കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പറഞ്ഞ് കേൾക്കുമായിരുന്നു, ദൈവം ജസ്റ്റ് ആൻഡ് ഫെയറാ. അതായത് ഒരാള് കർത്താവിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവാ. ഒരാള് കർത്താവിനെ അറിയത്തില്ല, പക്ഷെ അവർ കഷ്ടപ്പെട്ട് പഠിക്കുക. ദൈവം നീതിമാന. കഷ്ടപ്പെട്ട് പഠിച്ച ആൾക്ക് മാത്രമേ കർത്താവിന് മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദൈവമക്കളായതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്ന് പറ്റത്തില്ല. ദൈവം ഇസ്രായേലിന് ചട്ടങ്ങളും നിയമങ്ങളും കൊടുത്തു. അവരത് തെറ്റിച്ചു. അവർ തെറ്റിച്ച ഉടനെ ദൈവം അവരെ പണിഷ് ചെയ്തേ പറ്റുള്ളൂ. അവരെ 1300 കിലോമീറ്റർ അകലെയുള്ള ബാബിലോൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നോർത്തേൺ കിങ്ഡവും സദേൺ കിങ്ഡവും മുഴുവൻ ഇസ്രായേലിനെ അടിമകളാക്കി പിടിച്ചോണ്ട് പോയി. അവരുടെ സ്വന്തം ദേശം, ഇത്രയും നല്ല ഒരു പാലും തേനും ഒഴുകുന്ന ദേശം വിട്ടിട്ട് അവർക്ക് ബാബിലോണില് പോയി താമസിക്കേണ്ടി വന്നു. അടിമകളായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 70 വർഷം അവരങ്ങനെ അവിടെ കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തതയില് ദൈവം ആ ബാലശിക്ഷ അവർക്ക് കൊടുത്തെങ്കിലും 70 വർഷം കഴിഞ്ഞ് അവർക്ക് തിരിച്ച് അവരുടെ സ്വദേശത്തേക്ക് വരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായി, ഒരു അവസരം ഉണ്ടായി. പക്ഷെ ഈ 2-3 മില്യൺ വരെ വരുന്ന ഇസ്രായേൽ മക്കളില് ഒരു 2% മാത്രമേ തിരിച്ചു വരാനായിട്ട് തീരുമാനിച്ചുള്ളൂ. അവർക്ക് അത്രയും ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ. അതില് ഈ വന്ന് ഒരു 50,000 പേര് മാത്രം തിരിച്ചു വന്നു. എന്നിട്ട് അവരെ ആ ശലോമോൻ പണിത വലിയ മനോഹരമായിട്ടുള്ള ആ ദേവാലയം എല്ലാം ശത്രുക്കൾ വന്ന് പൊട്ടിച്ച് ഡിസ്ട്രോയ് ചെയ്തായിരുന്നു. അപ്പം എസ്ര നെഹമ്യ നമുക്കറിയാം. എസ്ര എന്നുള്ള പുരോഹിതന്റെ കീഴില് അവര് തിരിച്ചു വന്ന ആൾക്കാര് ആത്മീയമായിട്ടും ഒക്കെ കർത്താവിന്റെ അടുത്തേക്ക് വരാൻ നോക്കി. ദേവാലയം പണിതു, പക്ഷെ മതില് പണിയാൻ സാധിച്ചില്ല. പഴയ കാലത്ത് നമുക്ക് തന്നെ അറിയാമല്ലേ, നമ്മുടെ വീടിന്റെ ചുറ്റും ഒരു മതിലില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആരാ അകത്തോട്ട് കയറി വരുന്നതെന്ന് അറിയത്തില്ല. അതിനെക്കാട്ടിലും വലിയ പ്രയാസമായിരുന്നു പണ്ടത്തെ കാലത്ത്. രാജ്യത്തിന്റെ ചുറ്റും ഒരു മതിലില്ലെങ്കിൽ അവിടെ ശത്രുക്കൾ വന്ന് ഫുൾ അപഹരിച്ചു കളയും. ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ നെഹമ്യ എന്ന് പറഞ്ഞ ആൾ ബാബിലോണിന്റെ സന്നിധിയില് നമ്മൾ അവസാനത്തെ വാക്യം വായിച്ചാൽ 1-ാം അധ്യായത്തിൽ ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. അതായത് കപ്പ് ബെയറർ. വലിയ പ്രധാനപ്പെട്ട രാജാവ് ആൾക്കാരും മാനിക്കുന്ന ഒരു ജോലി. രാജാവിന് വീഞ്ഞ് ആദ്യം ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു ജോലിയായിരുന്നു. എത്ര ഇമ്പോർട്ടന്റ് ജോലി എന്ന് ആലോചിച്ച്. നല്ല സുഖമായിട്ട് രാജധാനിയിലെ വസിച്ചത്. നെഹമ്യാവിന് യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു ആക്ച്വലി ഈ എന്തെങ്കിലും ഇസ്രായേലിനെ പറ്റി ചിന്തിക്കാനോ എന്തിനെങ്കിലും ഒരാവശ്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നെഹമ്യാവിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച സിസ്റ്റേഴ്സ് മീറ്റിംഗ് സമയത്ത്
ഒരു വാക്യം വായിച്ചായിരുന്നു ഉത്തമ ഗീതത്തിൽ നിന്ന്. അതിനകത്ത് ഇങ്ങനെ 5-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ എഴുതുന്നത്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ആ ശൂലേംകാരത്തി ആ പ്രിയന് തമ്മിലുള്ള കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഉറങ്ങുമായിരിക്കും ചിലപ്പം, പക്ഷെ എങ്കിലും ഉണർന്നിരിക്കുവാണോ കർത്താവിനെ പറ്റി. ഞാൻ അത് തന്നെയാണ് ചിന്തിച്ചത്. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും അതാ. അതായത് ഉറങ്ങുന്ന സമയത്തും നമ്മൾ ദിവസവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ചെയ്യുന്ന സമയത്തും എന്റെ ചിന്ത എങ്ങോട്ടാ? എന്റെ ചിന്ത ഏത് കാര്യത്തിലാ? ദൈവമേ, കർത്താവിനെ അറിയാതെ നശിച്ചു പോകുന്ന ആൾക്കാരെ പറ്റിയാണോ? അതോ ഞാൻ എന്റെ തന്നെ സ്വന്തം കാര്യത്തിൽ കുടുങ്ങിയിരിക്കുവാണോ? എന്റെ ആവശ്യങ്ങൾ, എന്റെ ഭവനത്തിന്റെ ആവശ്യങ്ങള്, എന്റെ സാമ്പത്തിക ആവശ്യങ്ങള്, എന്റെ ജോലിയുടെ ആവശ്യങ്ങള്. എന്നാൽ ഈ നെഹമ്യാവിനെ പറ്റി നമ്മളിപ്പോ വായിച്ചല്ലോ ഒരു ഭാഗം. നെഹമ്യാവ് എന്തുവാ ചെയ്തേ? നെഹമ്യാവ് 2-ാം വാക്യത്തില്, ചില പുരുഷന്മാർ അവിടുന്ന് വന്നു, ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അപ്പോൾ അവർ ഉത്തരം പറഞ്ഞു. നെഹമ്യാവിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു? ഒരു വാക്യം കൂടെ വായിക്കാം. 137-ാം സങ്കീർത്തനം, ഈ കോണ്ടെക്സ്റ്റില് 137-ന്റെ 5-ഉം 6-ഉം വായിക്കാം. അതിനകത്ത്, യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. ഇതാണോ നമ്മുടെ ചിന്തകള്? നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ കാര്യം ചിന്തിക്കാം. അതായത് നമുക്ക് മക്കൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ മക്കള് സ്കൂളിലും കോളേജിലും ജോലിയിലും നന്നായിട്ട് മുമ്പോട്ട് കയറുക. നമുക്ക് ഇന്നലെ ഇതുപോലെ മെസ്സേജിനകത്ത് പറയുമായിരുന്നു, അതായത് എല്ലാം സമാധാനമായിട്ട് പോയി, അതിന്റെ അർത്ഥം പ്രശ്നമൊന്നും ഇല്ലെന്നാണോ? ആക്ച്വലി ചിലപ്പം നന്നായിട്ട് നമ്മുടെ മക്കള് പോകും, പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് സഭയിലുള്ള വിശ്വാസികൾ പോകും, പക്ഷെ അവരുടെ ആത്മീക അവസ്ഥ എങ്ങനെയാ? അവരെങ്ങനെയാ ഏതെങ്കിലും രീതിയിൽ കർത്താവിനെ വിട്ടിട്ടാണോ പോകുന്നത്, അതോ കർത്താവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ ഈ ഇവിടെ പറഞ്ഞതുപോലെ യെരൂശലേമിനെ പോലെ ആയില്ലെങ്കിൽ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ, ആ ആവശ്യം നമ്മൾ മറന്നുപോയാൽ എന്റെ വലങ്കൈ മറന്നു പോകട്ടെ. യെരൂശലേമിനെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ചിലപ്പോ നമ്മുടെ എല്ലാ രീതിയിലും നന്നായിട്ടായിരിക്കും നമ്മുടെ പലരും ജീവിക്കുന്നത്. ജോലിയുണ്ട്, പഠിത്തമുണ്ട്, ഏറ്റവും നല്ല മാർക്ക് കിട്ടി, പക്ഷെ എങ്ങനെയാണ് ആത്മീയമായിട്ട് അവര്? അങ്ങനെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട്, അതായത് എനിക്ക് അവരുടെ ജോലിയെ പറ്റി ഒന്നും പുകഴ്ത്തി പറയാനോ ഒന്നും ഇല്ല. കാരണം റൂയിൻസിൽ കിടക്കുക ജെറുസലേം. നമുക്കത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ നമുക്ക്? എന്റെ ഹൃദയം എങ്ങനെയാ? അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടും എന്റെ കൂടെ എന്നും ജോലി ചെയ്യുന്ന ആൾക്കാര്, നമുക്കൊരു ചിന്തയുണ്ടോ അവര് നമുക്കൊരു ചിന്തയുണ്ടോ അവരെ ഏത് രീതിയിലാണ് ഇരിക്കുന്നത്? കർത്താവിനെ അറിഞ്ഞവരാണോ? അതോ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ആദ്യം എന്താ ചിന്തിക്കുന്നത്? അവർക്ക് കർത്താവിനെ അറിയാമോ? കർത്താവിനെ അറിയാമോ? ഇങ്ങനെയാണോ നമ്മുടെ ചിന്ത? ഇത് ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോൾ അവിടെ കാണുന്നത്, അവര് പറഞ്ഞത്, അവിടെയുള്ളവർ മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാരണം മതില് പണിയാൻ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല മതില് പണിയാൻ. ഈ മതിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 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 സിറ്റിയുടെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ധൈര്യം. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മള് എങ്ങനെയാ ഈ ഒരു മതില് പണിയുന്നതിനെ പറ്റി ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. ആർമർ ഓഫ് ഗോഡ്, അതായത് നമ്മുടെ മക്കള് അവരുടെ ചുറ്റും മതിലുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ദൈവത്തിന്റെ സർവായുധ വർഗം ഇല്ലെങ്കിൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തില് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, അതായത് നീതിയുടെ ബ്രസ്റ്റ് ഓഫ് റൈറ്റിയസ്നസ്, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിന്റെ കവചം, സത്യത്തിന്റെ ബെൽറ്റ്, ഇതൊക്കെ നമ്മുടെ മക്കളുടെ കയ്യിലുണ്ടോ? സ്വോർഡ്, കർത്താവിന്റെ വചനത്തിന്റെ ഒരു വാള് പിടിച്ചിട്ടുണ്ടോ? എപ്പോഴും ഇല്ല
8:37 ഇതാണ് കർത്താവിന്റെ പ്രോമിസ്. റോമർ 8:30. കണക്ഷൻ പോയായിരുന്നു. കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. അപ്പോൾ റോമർ 8:37 കർത്താവ് ഇവിടെ പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. മലയാളത്തിലാണെങ്കിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് വി ആർ മോർ ദാൻ കോൺകറേഴ്സ് എന്നാണ്. ദൈവം അങ്ങനെ ജീവിക്കാനായിട്ടാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ അങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ നമുക്ക് എപ്പോ വേണമെങ്കിലും ശത്രു നമ്മളെ തകർക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാ? നമ്മൾ വിശ്വാസം ഇല്ലാതെ, ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ പിടിക്കാതെ, എപ്പോഴും പ്രാർത്ഥന ഇല്ലാതെ, ബെൽറ്റ് ഓഫ് ട്രൂത്ത്. പലപ്പോഴും നമ്മൾ അസത്യമാ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ സത്യം നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മളോ നമ്മുടെ മക്കളോ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താകും? നമ്മുടെ റിയാക്ഷൻ, നെഹമ്യാവിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു, സാറ്റ് ഡൗൺ. നെഹമ്യാവിന് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ലായിരുന്നു. 4-ാം വാക്യം, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ നെഹമ്യാവിന് ശക്തിയില്ല. നെഹമ്യാവ്, നമ്മൾ സാധാരണ നെഹമ്യ ഡിഡ് നോട്ട് ജസ്റ്റ് ഫീൽ ബാഡ്. അയ്യോ ഇങ്ങനെയൊക്കെ ആണല്ലോ, എന്തോ ചെയ്യാനാ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു നിവൃത്തിയില്ല. അങ്ങനെയല്ല നെഹമ്യാവ്. ഞാൻ ഇവിടെ ഇരിക്കുക, ഞാൻ എന്റെ ഈ സ്ഥലം എത്ര ദൂരെയാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1300 കിലോമീറ്റർ അകലെയാ. അങ്ങനെയല്ല നെഹമ്യാവ് പറഞ്ഞത്. നെഹമ്യാവ് എന്ത് ചെയ്തു? ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കുറെ നാളെന്ന് പറഞ്ഞാൽ എത്ര ആണെന്ന് അറിയാമോ? 4 മാസം. 4 മാസമാണ് നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പം ഈ 4 മാസം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ വയ്യ. ചിലപ്പോ നമ്മൾ ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു പറയും ഒന്നും നടക്കുന്നില്ല. ഞാൻ ഓർക്കുന്നത്, നെഹമ്യാവ് സ്വന്തം കാര്യമേ അല്ല, സ്വന്തം ഫാമിലിയുടെ കാര്യമല്ല. എപ്പോഴും നമ്മുടെ കൺസേൺ എന്തുവാ? മറ്റു ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ അറിഞ്ഞവർ നിലനിൽക്കുവാനോ ആണോ? അതോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമാണോ? നമ്മുടെ മക്കളുടെ കാര്യം മാത്രമാണോ ചിന്തിക്കുന്നത്? നെഹമ്യാവല്ല. ദൈവം നെഹമ്യാവിനെ ഈ ബേർഡൻ കൊടുത്തു. ഈ കാര്യം, വാസ്തവമായിട്ടുള്ള കാര്യം എന്താന്ന് മനസ്സിലായപ്പം നെഹമ്യാവ് എന്ത് ചെയ്തു? നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് 4 മാസം ഞാൻ വിചാരിക്കുമായിരുന്നു. അവസാനം 4 മാസം കരഞ്ഞതിന് ശേഷം നെഹമ്യാവിന് ഈ മതില് പണിയാൻ എത്ര ദിവസം എടുത്തെന്നറിയാമോ? 52 ദിവസം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. 4 × 30 എന്ന് പറഞ്ഞാൽ 120 ദിവസം. അതായത് ഡബിൾ. 120 ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം 52 ദിവസത്തില് കാര്യം കഴിഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രാർത്ഥനയുടെ ആ ശക്തി. നമുക്കതറിയാം. നെഹമ്യ മുഴുവൻ വായിക്കുമ്പോൾ എത്ര അതിശയമായിട്ടാ ഈ കാര്യങ്ങൾ നടന്നതെന്ന്. ഞാൻ ഒരു വാക്യം മനസ്സിലോട്ട് വന്നത് യെശയ്യാവ് 40:31. അതായത് നമ്മൾ യഹോവയെ കാത്തിരിക്കുന്ന, വായിക്കുന്നില്ല, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്ന. നെഹമ്യാവിന് ഇത് തന്നെയാ സംഭവിച്ചത്. നെഹമ്യാവ് ആദ്യം ഇരുന്ന് കരഞ്ഞു.
അത് കഴിഞ്ഞ് ഈ നെഹമ്യാവ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അപ്പം നെഹമ്യാവ് വേറെ എങ്ങും പോയില്ല, ഒത്തിരി പേരോടൊന്നും കൺസൾട്ട് ചെയ്തില്ല. നെഹമ്യാവ്, God had to do a work in Nehemiah before God worked through Nehemiah. നെഹമ്യാവിൽ കൂടി വേറൊരു കാര്യം പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നെഹമ്യാവിന്റെ ഉള്ളിൽ ഒരു കാര്യം നടക്കണം. ഞാനത് ആ വാക്യമായി 11-ാമത്തെ വാക്യത്തില് ഒരു കാര്യം, നെഹമ്യാവ് റെഡിയായിരുന്നു കാര്യം ചെയ്യാൻ. 11-ാമത്തെ വാക്യം വായിക്കാം. നിന്റെ ചെവി, ഈ പ്രാർത്ഥനയുടെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല, അത് നമുക്ക് ഒരു വലിയൊരു ഒത്തിരി നമുക്ക് ഇതുപോലെ പ്രാർത്ഥിക്കാവുന്ന ഒരു കാര്യമാണ്. നെഹമ്യാവിന്റെ കാര്യം മാത്രം പറഞ്ഞോട്ടെ. ലാസ്റ്റ് വേർഡ് ഓഫ് പ്രാർത്ഥന. കർത്താവെ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഇദ്ദേഹം പ്രാർത്ഥിച്ചത് മാത്രമല്ല, താൻ റെഡിയായിരുന്നു എന്ത് വേണമെങ്കിലും ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള കപ്പ് ബെയറർ, പാനപാത്രവാഹകന്റെ നമ്മുടെ പൊസിഷൻ വിട്ടിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണോ? അതോ നമ്മൾ വിചാരിക്കും ഓക്കെ, എന്റെ കാര്യം നടക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഞാൻ കർത്താവിന്റെ വേല ചെയ്യാം എന്നാണോ? അതോ കർത്താവിന്റെ വേല അതാണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? പലപ്പോഴും നമുക്ക് അത് മനസ്സിലാവുന്നില്ല. നമുക്ക് വാക്യങ്ങളൊക്കെ കാണാതെ അറിയാം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എന്റെ ജീവിതം ഇങ്ങനെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ. അങ്ങനെയല്ല. ഈ നെഹമ്യാവ് അതിനൊരു എക്സാമ്പിളാ. ഏറ്റവും ആദ്യം കർത്താവിന്റെയും യെരൂശലേമിന്റെ കാര്യങ്ങളായിരുന്നു. നെഹമ്യാവിന് വേണേ ചിന്തിക്കാം, ഏതായാലും കുറെ പേരൊക്കെ തിരിച്ചു വന്നല്ലോ, ദേവാലയം പണിതല്ലോ, അതൊക്കെ മതി. ഇല്ല, നെഹമ്യാവിന് അറിയാം, നമ്മൾ അറിയണം, നമ്മുടെ മക്കളെ യേശുകർത്താവിനെ അറിഞ്ഞു, അത്രയും മതി. അല്ല, അവർക്ക് ആ സർവായുധവർഗം അവർ ധരിച്ചില്ലെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സർവായുധവർഗം ധരിച്ചാണോ പോകുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അവരെ സേഫ് ആക്കേണ്ട ജോലി നമ്മുടെയാ. ഇതിനു വേണ്ടി നെഹമ്യാവ് എന്താകണമെന്ന് മനസ്സിലായോ? നെഹമ്യാവ് ഒരു ലീഡർ ആവണം. നെഹമ്യാവ് ഷുഡ് ബിക്കം എ പേഴ്സൺ ഹു ഇറങ്ങി പുറപ്പെടാൻ. നെഹമ്യാവിന് വേറൊരു ജോലി അറിയത്തില്ല, പാനപാത്രത്തിന് വീഞ്ഞൊഴിച്ച് കൊടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അവസാനം നെഹമ്യാവ് എന്തൊക്കെയാ ചെയ്തത്? നമ്മൾ വിചാരിക്കും നമുക്കൊന്നും അറിയത്തില്ല, ഞാൻ എങ്ങനെ ഒരു ലീഡർ ആവും, എനിക്ക് എങ്ങനെ കർത്താവിന് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ വി ബിക്കം വൺ ഹു ഇൻഫ്ലുവൻസസ് പീപ്പിൾ? ഇന്നലെ സൺഡേ സ്കൂളിൽ എന്റെ ക്ലാസ്സിൽ ഇരുന്ന ഒരു മകൻ പറഞ്ഞത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്താകാനാ? ഞങ്ങൾ കുഞ്ഞുങ്ങളോട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു, എന്താകാനാ ആഗ്രഹം? അത് എന്നോട് പറഞ്ഞ, ഒരിക്കലും പ്രതീക്ഷിക്കുന്നേ ഇല്ല ഞാൻ ഈ കുഞ്ഞിങ്ങനെ പറയുമെന്ന്. ആ കുഞ്ഞ് പറഞ്ഞത്, ഐ വാണ്ട് ടു ബിക്കം സംവൺ ഹു ഇൻഫ്ലുവൻസസ് പീപ്പിൾ ഫോർ ഗോഡ്. നമുക്ക് ഒരിക്കലും ആ രീതിയിൽ മുമ്പോട്ട് വന്ന് സംസാരിക്കാനോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്, ഐ വാണ്ട് ടു ബിക്കം. ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ പറയുക, ഐ വാണ്ട് ടു ബിക്കം. നെഹമ്യാവിന് ഈ ഹൃദയം, ദൈവത്തിന് എങ്ങനെ നെഹമ്യാവിനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ മകനെ എങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും? നെഹമ്യാവ് എന്ത് ചെയ്തു? നെഹമ്യാവ് ചാപ്റ്റർ വായിക്കുമ്പം എഴുന്നേൽപ്പിട്ട് നമുക്ക് പണിയാമെന്ന് പറയാം. ഒരു കാര്യം ആലോചിച്ചോണം, എഴുന്നേറ്റ് പണിയാമെന്ന് നെഹമ്യാവ് ലെറ്റ് us arise and build എന്ന് ദൈവത്തിന്റെ മക്കള് പറയുമോ? സാത്താൻ അപ്പൊ പറയും, തന്റെ സേനയോട് പറയും, ലെറ്റ് us arise and oppose. ഒരിക്കലും ചിന്തിക്കണ്ട, നമ്മൾ ദൈവത്തിന്റെ രാജ്യം നമ്മുടെ കുടുംബത്തിനകത്തോ നമ്മൾ ഇരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലോ പുറമേ ഉള്ളിടത്തോ നമ്മൾ പണിയാൻ ശ്രമിക്കുമ്പോൾ എല്ലാം എളുപ്പമായി പോകുന്നു ഒരിക്കലും ചിന്തിക്കല്ലേ. അത് ഏറ്റവും വലിയ ഒപ്പോസിഷൻ അപ്പോഴാ വരാൻ. ഒരിക്കലും നമ്മൾ ആ സമയം ചിന്തിക്കരുത്, അയ്യോ ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യങ്ങൾ നടക്കാത്തതെന്ന്. ഒപ്പോസിഷൻ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത് സാത്താൻ സഹിക്കാൻ പറ്റാത്തപ്പോഴാ. സാത്താൻ അപ്പോഴാണ് ഇളകാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ സാത്താൻ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് പോകും. ഒപ്പോസിഷൻ വന്നോ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വേല നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ സാത്താന്റെ പ്രവർത്തികൾ കാണുമ്പം പ്രിയപ്പെട്ടവരെ ഒരു രീതിയിലും തളരരുത്. നെഹമ്യാവ് പറഞ്ഞു, നമ്മൾ പറയാം നമ്മുടെ പ്രോബ്ലം ഒത്തിരി വലുതാണ്, നമുക്ക് പറ്റത്തില്ല എന്ന്. നെഹമ്യാവ് എന്താ പറഞ്ഞെന്നറിയാമോ? സ്വന്തമായിട്ട്, God is going to use me to correct a problem that was there for 150 years. 150 വർഷമായി ആയിട്ട് കിടക്കുന്ന ഈ തെറ്റിപ്പോയ ഈ ഇസ്രായേലിനെയും, പ്രവാസത്തിൽ പോയ ഇസ്രായേലിനെയും തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരു തോൽവിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെയും കറക്റ്റ് ചെയ്യാനായിട്ട്, ആ വോൾ പണിയാനായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ നെഹമ്യാവ് ഇറങ്ങി പുറപ്പെട്ടു. ഒരു വിഷൻ വേണം നമുക്ക്. കാരണം നമുക്കൊരു വിഷൻ തീർച്ചയായിട്ടും ഉണ്ടാകാം.
കാരണം ഇത് ദൈവത്തിന്റെ കാര്യമല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇമോഷൻ, ഓ എനിക്ക് വയ്യ, ലെറ്റ് us go beyond our emotions. നെഹമ്യാവ് ഡിഡ് നോട്ട് കംപ്ലെയിൻ, നെഹമ്യാവ് ഡിഡ് നോട്ട് വൈൻ. നെഹമ്യാവ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. 4 മാസം ഈ ജോലിയുടെ ഇടയ്ക്ക് ഫാസ്റ്റ് ചെയ്ത്, ജോലി വിട്ടിട്ടല്ല ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചത്, ജോലി വിട്ടിട്ടല്ല ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. കർത്താവ് നോക്കുക, ആരുണ്ട് ഈ രീതിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്, ആരുണ്ട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി. ദൈവം നോക്കിയിരിക്കുക. എത്രയും പെട്ടെന്ന് കർത്താവ് നമ്മുടെ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. 52 ദിവസം കൊണ്ട് ആ പ്രോജക്റ്റ് തീർക്കാൻ പറ്റി. പക്ഷെ അതിന് 120 ദിവസം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആരൊക്കെ ഈ രീതിയിൽ കർത്താവ് മറ്റുള്ളവർ ആത്മീയമായിട്ട് താഴോട്ട് വരുന്നത് കാണുമ്പോൾ അവരെ കുറ്റം പറയാനല്ല, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോവാൻ, ഫുൾ ലൈഫ് മാറ്റി വെച്ചിട്ട് നമ്മളെ പ്രാർത്ഥിക്കാൻ. കർത്താവെ, ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, നെഹമ്യാവിനെ ഉപയോഗിച്ച പോലെ ഞങ്ങളുടെ കംഫർട്ട് സോൺസ് വിട്ടിട്ട് കർത്താവെ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങളിൽ ഒരു പ്രവൃത്തി ആദ്യം സംഭവിക്കട്ടെ കർത്താവെ. കർത്താവെ, ഞങ്ങള് എല്ലാ സമയവും എഫേസ്യർ 6 പറഞ്ഞിരിക്കുന്ന സർവായുധ വർഗം ധരിക്കാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണേ കർത്താവെ. എന്നിട്ട് കർത്താവെ ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രോബ്ലംസ് റെഡിയാക്കാനായിട്ട് കർത്താവെ ഞങ്ങളെ ഉപയോഗിക്കാനായിട്ട് അങ്ങ് ആഗ്രഹിക്കുക. 150 വർഷം പഴക്കമുള്ള പ്രോബ്ലം ആയിരിക്കും കർത്താവെ ചിലപ്പോൾ, പക്ഷെ ഞങ്ങളെ ഉപയോഗിക്കാനായിട്ട് അങ്ങ് നോക്കിയിരിക്കുക കർത്താവെ. താങ്ക് യു ലോർഡ്. ഞങ്ങൾക്ക് ഒരു കഴിവും കാണത്തില്ല, ഞങ്ങൾക്ക് ഒരു ജോലി മാത്രമേ ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയത്തുള്ളായിരിക്കും. വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഒരു കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡെലിവറി എടുക്കുന്നത്, ഇങ്ങനത്തെ ഒരു ജോലി മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളായിരിക്കും കർത്താവെ. പക്ഷെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുക കർത്താവെ. കർത്താവെ, ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അറ്റൻഡ് ചെയ്ത് ഇത്രയും പേരെ നെഹമ്യാവിനെ ഉപയോഗിച്ച പോലെ ഉപയോഗിക്കാനായിട്ട് കർത്താവ് നോക്കിയിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ വചനം ഞങ്ങളെ കേൾപ്പിച്ചത്. അതിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അന്യോന്യം കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സന്ധിയിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളെ നെഹമ്യാവിനെ ഉപയോഗിച്ച പോലെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ.